സർവൈവ് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷേ അതുകൊണ്ട് ഇതെൻ്റെ മറ്റേ സ്നോ പ്രൂഫ് അതിൻ്റെ അകത്ത് ഇതേപോലെ കോട്ടണം. അതിൻ്റെ അകത്തോട്ട് ഞാൻ കയറുക. അറിയാൻ മേല എങ്ങനെയായിരിക്കും ഇന്ന് രാത്രി. അതുകൊണ്ട് 3-5. Yes. Only for you? Yeah. Why? Full cooking setup. Cooking setup? 4 kg rice, full vegetables. Oh, you don't sleep at the lodge? No. We didn't take. Camping? Yeah. Oh wow, wonderful. Wow. Good morning. ഇന്നലെ ഉണ്ടല്ലോ, ഇന്നലെ ഉറങ്ങിയപ്പോൾ വേണ്ട 3 മണി എങ്ങാണ്ടായി. മച്ചാനകത്തുണ്ട് പുള്ളി ഇടയ്ക്ക് വിളിക്കുമ്പോൾ പുള്ളി പറയും ബ്രോ ഐ ആം ട്രൈങ് ടു സ്ലീപ്പ് എന്ന് പറയും. പുള്ളി ഉറങ്ങാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കിന് നമ്മളോട് ഇന്നലെ 2 കണ്ണൂരുള്ള പയ്യന്മാരുണ്ടായിരുന്നു. അമ്മമാർ മേളിൽ സ്റ്റേ എടുത്ത്. അപ്പോൾ നമ്മളിവിടെ ടെൻറ്റ് മേടിച്ച്. പക്ഷേ രാവിലെ ഇപ്പം ഒരു വന്ന് വിളിച്ച്, അമ്മമാർ വന്ന് വിളിച്ചിട്ട് പറഞ്ഞ് മറ്റേ കൂടെ ഉള്ള ഒരാൾക്ക് എന്തോ പ്രശ്നമാണ് ഒന്ന് നോക്കാമെന്ന് ചോദിച്ചു. അപ്പം പയ്യന് സത്യം പറഞ്ഞ ഡയേറിയ, ഫുൾ ബോഡി പെയിൻ, ആൾ തിരിച്ചു പോകാമെന്നാണ് പറയുന്നത്. ഞാൻ അവിടെ ചെന്ന് ഡയേറിയ ഒരു മരുന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവൻ എന്തായാലും തിരിച്ചു പോകാമെന്ന് പറയുന്നത്. ഇവിടെ എന്തായാലും തൊട്ടപ്പുറത്ത് ചെന്നിട്ട് ചുമഴങ്ങ് അപ്പുറത്ത് നിന്ന് ജിനൂട്ടാട പോവും. അവിടെ നിന്ന് അവൻ തിരിച്ച് ഒറ്റയ്ക്ക് പോകാമെന്നാണ് പറയുന്നത്. ആൾക്കൊട്ടും പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോഴേ ഇവിടെ ഒരു വലിയ ഫ്ലാസ്ക് ഇരിക്കുന്നു. ഇതുണ്ടോ, മേളിലത്തെ ഒരു അമ്മച്ചി ഉണ്ടേ. പുള്ളിക്കാരി രാവിലെ ഞാൻ കേട്ട് വെച്ചാ ഹലോ ഭയ്യ ഗരം പാനി എന്നും പറഞ്ഞുകൊണ്ട് വരുന്നത് ഞാൻ കേട്ട്. പക്ഷെ ഞാൻ ഓർത്ത നമ്മളോടാണോ നമ്മൾ ഓർക്കത്തില്ലല്ലോ. ഇന്ന് ഞാൻ നോക്കും, ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കിന് ഇതേ ഇവിടെ വെച്ചിട്ട് പോയി ആളിവിടെ വെച്ചിട്ട് പോയി. ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട്, നമുക്ക് വേണ്ടി ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് ഇവിടെ വെച്ചിട്ട് പോയി. പിന്നെ വെളി അവിടെ വെച്ച് ഞാൻ പവർ ബാങ്ക് എല്ലാം കുത്തിയിട്ട് ഫുള്ളാക്കി. പിന്നെ വാഷ് റൂം വേണേൽ അവിടെ തന്നെ യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞേ. സൂര്യൻ വന്നിട്ടോ. ടെൻറ്റിൻ്റെ സാധനം എല്ലായിടത്തും ഇവിടെ വരിച്ചിട്ട് ഉണങ്ങാനായിട്ട്. ഇനി ഇതേ കുതിര മുട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇവിടെ. ഇതെല്ലാം വാരി കട്ടണം. ഇനി അത് നല്ല ടാസ്കാ. മുട്ട സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചായയും കുടിച്ചിട്ട് ഇവിടുന്ന് പോകണം. ഇവിടുന്ന് 1/2 മണിക്കൂർ നടന്നാൽ മതിയെന്ന് തോന്നുന്നു ചുമറോങ് വില്ലേജിലോട്ട്. തൽക്കാലം ഇന്ന് അവിടെ നിൽക്കാം, അല്ലെങ്കിൽ നമ്മുടെ ടൈമിംഗ് എല്ലാം തെറ്റും. ലാസ്റ്റ് ദിവസം MBC ഒക്കെ ചെല്ലുന്ന ടൈമിംഗ് എല്ലാം തെറ്റും. നമസ്തേ ഗൈസ്. അപ്പം നല്ല വെയിലുണ്ട്. ഏകദേശം ഇപ്പം സമയം 10 മണിയായിട്ടുണ്ട്. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ടെൻറ്റ് ഉണങ്ങി ഏകദേശം സമയമൊക്കെ ആയി. ഇനിയിപ്പോൾ ഇവിടുന്ന് സിൻവേലേക്ക് പോകണം. നല്ല കുത്തനുള്ള കയറ്റമാണെന്നാണ് പറഞ്ഞത്. ഇപ്പം തന്നെ ചെറിയ ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. ഓക്സിജനൊക്കെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളോട് കണ്ണൂരിൽ നിന്നുള്ള 2 പിള്ളേരുണ്ടായിരുന്നു. അവന്മാർ മേളിൽ സ്റ്റേ എടുത്തായിരുന്നു. നമുക്കിവിടെ ടെൻറ്റ് മേടിച്ച്. ഇന്ന് രാവിലെ ആയപ്പോൾ ആൾക്ക് നല്ല ഛർദ്ദിൽ, വൊമിറ്റിങ്, ഓക്സിജൻ കിട്ടുന്നില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ ഇരുന്ന മെഡിസിനൊക്കെ ഞാൻ കൊടുത്ത്. പക്ഷേ കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവർ താഴേക്ക് പോയി തിരിച്ച്. നല്ല വിഷമമുണ്ട് ഇവിടം വരെ കയറിയിട്ട് തിരിച്ചു പോകാമെന്ന് പറയുമ്പം. അപ്പം അവർ പോയതാണെങ്കിലും എനിക്കെന്തോ പോലെ ഭയങ്കര ശോകം. ഇറങ്ങി നടന്ന് ഇപ്പം അന്നപൂർണ്ണയുടെ ഫ്രണ്ടിലേട്ടാ. നമുക്ക് എത്ര അടുത്തായി. ഇതുവഴി ഇങ്ങനെ കറങ്ങി താഴേന്ന് ട്രക്ക് ചെയ്ത് ബാമ്പു എത്തണം. ബാമ്പുന്ന് മാച്ചുപ്പച്ചേരി ബേസ് ക്യാമ്പ്, അവിടുന്ന് ട്രക്ക് ചെയ്ത് അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് എത്തണം. ഇതാട്ടോ പോകാനുള്ള വഴി. എന്നെന്താവെന്ന് അറിയത്തില്ല. എനിക്ക് ട്രക്കിങ്ങിന് ഇറങ്ങുമ്പോൾ ആരോടും ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന്. അതങ്ങനെയാ. പോകുന്ന വഴിക്ക് ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് അടിക്കാം, എന്ന് വെച്ചാൽ ഛർദിൽ, തലവേദന, തലകറക്കം എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് വരും. ഇപ്പം തന്നെ ആ ചങ്ങായി തിരിച്ചു പോയി. അവനിവിടം വരെ കയറിയതാ.
ഇന്നലെ എനിക്കിപ്പോൾ ഇപ്പം ചെറിയൊരു ഓക്സിജൻ ഇഷ്യൂ വന്നിട്ടുണ്ട്. ഇന്നലെ ഡൈമോക്സ് കഴിക്കണമായിരുന്നു. അത് ഇന്നലെ കഴിച്ചിട്ടേ കാര്യമുള്ളൂ. ഇന്നത്തേക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുക. സിൻവേയിലേക്ക് ഇതിലും വലിയ കുത്തനെയുള്ള കയറ്റങ്ങളാണെന്നാണ് പറഞ്ഞത്. അത് ഇത്ര വെയിറ്റ് ഉള്ളതുകൊണ്ടാ. ഈ ഫ്രണ്ടിൽ കാണുന്ന ഒരു സ്കൂളാട്ടോ ഇത്. അതുകൊണ്ട് ഒരു ഹെലികോപ്റ്റർ പറക്കുന്നുണ്ട് മേളിൽ കൂടെ. നേരെ ബേസ് ക്യാമ്പിലേക്കായിരിക്കും പോകുന്നത്. പക്ഷേ ഹെലികോപ്റ്ററിൽ വേണം നമുക്ക് പോവാം. നല്ല പൈസയാവും. ജസ്റ്റ് കയറുന്ന ബേസ് ക്യാമ്പ് വരെ എത്താം. അങ്ങനെ ഇപ്പം ചൊമ്രോങ് വില്ലേജ് എത്തി. ഞാനിപ്പോൾ നിൽക്കുന്നത് 2170 മീറ്റർ ഉയരത്തിലാട്ടോ. ഏകദേശം 7020 ഫീറ്റ് ഉയരത്തിൽ. സമുദ്രനിരപ്പിൽ നിന്ന് ഇത്ര ഉയരത്തിലാണ് നിൽക്കുന്നത്. ചൊമ്രോങ് വില്ലേജ് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് താഴേക്ക് ഇറക്കമുണ്ട്. വലിയ കുഴപ്പമില്ല. കുത്തിനുള്ള കയറ്റം വീഴുമ്പോഴേ കുഴപ്പം. ഈ അണച്ച് പത വരും വായിക്കൂടെ. സിനിമ വില്ലേജ് ഇത് ആ കാണുന്ന കേട്ടോ. അവിടെ കുറേ വില്ലേജ് ഉണ്ടോ, അവിടെ എത്തണം. മാപ്പിൽ നോക്കുമ്പം 650 മീറ്റർ 1 കിലോമീറ്റർ അങ്ങനെ എന്തോ കാണിച്ചത്. ഇപ്പം നമ്മളങ്ങോട്ട് പോവാണ്. ഇവിടെ എന്താ ഇതുണ്ടോ, നില വീഴുന്നുണ്ടോ? സിൻവ ഏറോടെ ഓക്കെ. ഇതൊക്കെ തമിഴ്നാട് സൈഡൊക്കെ ചെന്നാൽ ഇങ്ങനെ കാണാൻ പറ്റും. നമ്മുടെ കേരളത്തിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഇപ്പം ഇതേപോലൊക്കെ നില വീഴുന്ന പരിപാടിയൊക്കെ. മേളിൽ നിന്ന് തുടക്കം മാത്രമായിരുന്നു കേട്ടോ ചൊമ്രോങ് വില്ലേജിൻ്റെ. താഴെയാണ് മെയിൻ എന്ന് തോന്നുന്നു. ഇതുണ്ടോ നോക്ക്. ഇതൊക്കെ ഇതിങ്ങനെ കറക്കി നമ്മളെ ആ മടുപ്പങ്ങ് മാറ്റിയ. ഓ ഫ്രണ്ടേ പോകുന്ന ഗൈഡാട്ടോ. ഈ പുള്ളിക്കാരി ഈ ഗൈഡിനെ വെച്ചാണ് കംപ്ലീറ്റ് ചെയ്തെന്നാണ് തോന്നുന്നത്. അറിയത്തില്ല, ചോദിച്ചു നോക്കാം നമുക്ക്. ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. പുള്ളിക്കാരിക്ക് സംസാരിക്കാൻ മേല. മടുത്ത കേട്ടോ. തവാങ് തവാത് ഇൻ വിച്ച് island nearby China. TSNC. Okay. Cheap, famous हाँ, for cheap. हाँ. Yes. Cheap, famous for cheap. സിൻവാ. We too, but we maybe go to Upshunga. Okay. Ciao. See you. ഇത് എന്തോ ലോവർ സിൻവ, അതിൻ്റെ മേളിലാണ് കേട്ടോ അപ്പർ സിൻവ. മേളിലോട്ട് പോകണം. സമയം ഉണ്ടെങ്കിൽ മേളിലോട്ട് പോകും, അല്ലെങ്കിൽ ഇവിടെ. നമ്മളെന്തായാലും നല്ല ലേറ്റായിട്ടാണ് പോകുക. നല്ല രീതിക്ക് വെയിറ്റ് ചെയ്ത് പയ്യെ പോകുന്നു. പെട്ടെന്ന് കയറുമ്പോഴാണ് പ്രശ്നം. പെട്ടെന്ന് ഈ താഴേന്ന് നല്ലൊരു ആൾട്ടിറ്റ്യൂഡിലോട്ട് ഹൈക്ക് ചെയ്യുമ്പോഴത്തേക്കിന് അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ വരും. പെട്ടെന്ന് ഈ ഇത്രയും ഉയരത്തിലേക്ക് കയറുമ്പോൾ അതിനൊരു ഓക്സിജൻ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരും. മാക്സിമം പയ്യെ കയറുന്നതാണ് നല്ലത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദിവസം എടുത്ത് സബ്മിറ്റ് ചെയ്തെന്നും പറഞ്ഞ് ഒന്നും വരാനില്ല. നമ്മുടെ ലക്ഷ്യം തന്നെ അവിടെ എങ്ങനെയും എത്തുക എന്നുള്ളൂ. സബ്മിറ്റ് ബേസ് ക്യാമ്പ് എത്തുക എന്നുള്ളൂ. അതിനിടയ്ക്ക് ഈഗോവും കാര്യങ്ങളൊന്നും ഇവിടെ വർക്കാവത്തില്ല. അതെനിക്ക് മനസ്സിലായതാ. അത് ഞാൻ പറഞ്ഞേ. ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ പോടാ,
ഞാൻ ഇവിടെ കയറിയിട്ട് ഉറപ്പായിട്ട് ഞാൻ കയറിയിട്ട് വരത്തുള്ളൂ എന്ന് ആരോടും നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. അത് നമ്മുടെ ഹെൽത്ത് പോലെ ഇരിക്കും. പിന്നെ നമുക്ക് ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് കാര്യങ്ങളൊക്കെ വരും. ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, തീർന്ന് തിരിച്ചു പോകാനേ ഉള്ളൂ. തിരിച്ചു പോകുമ്പോഴില്ലേ ഇതിങ്ങനെ തന്നെ നടക്കണം. അപ്പം അങ്ങോട്ട് പോകുന്ന പോലുള്ളൊരു അത്രയും ഹാർഡില്ലെന്ന് എനിക്ക് തോന്നുന്നേ. കാരണം ഇപ്പം ദേ ഈ ചൊമ്രോങ് എന്ന് പറഞ്ഞ വില്ലേജ് പിന്നെ മേളിൽ അങ്ങോട്ടൊരു ബോർഡുണ്ട് ജിനൂട്ടാട. തിരിച്ചവിടെ ചെന്ന് കഴിഞ്ഞാൽ വണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടും. മേളിൽ പോയിട്ട് തിരിച്ച് ഈ ചൊമ്രോങ് എത്തിയിട്ട് ലെഫ്റ്റ് പോവുകയാണെങ്കിൽ ജിനൂട്ടാട എത്താം. ഇന്ന് രാവിലെ തുടങ്ങിയപ്പോൾ എനിക്കുണ്ടായിരുന്ന ആ ശ്വാസം മുട്ടൽ കാര്യങ്ങളൊക്കെ എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഞാൻ ഭയങ്കര ഫ്രീ ആയ പോലെ. നോക്കി ഇതൊക്കെ കാണുമ്പം ഉയ്യോ, ഇനി എൻ്റെ ലൈഫിൽ എനിക്ക് ഇവിടെ വരാൻ പറ്റുമോ? പക്ഷെ ഇത് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങും. ഉറപ്പാ. ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇത് തന്നെ ഇത്രയും ഹാർഡാണെങ്കിൽ അതൊന്ന് ഓർത്ത് നോക്ക്. ഇതിലും വലിയ പ്രശ്നമായിരിക്കും നടക്കാനും കാര്യങ്ങളുമൊക്കെ. അത് ഏകദേശം 12 ദിവസം എടുക്കുമെന്നാണ് കിട്ടിയ അറിവ്. ഇവർ നടക്കുന്നുണ്ടോ ചെരിഞ്ഞ് നോക്ക്. ഇപ്പോൾ ഇങ്ങോട്ട് വരും പുള്ളി. ലുക്ക് ചൊമ്രോങ്ങിൻ്റെ ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ പെർമിറ്റും കാര്യങ്ങളൊക്കെ കാണിക്കണം. ഇതാ ACA ചെക്ക് പോസ്റ്റ്, അന്നപൂർണ കൺസർവേഷൻ ഏരിയ. ഓ ഗൈസ്, നേപ്പാൾ വന്നിട്ട് ആദ്യത്തെ സ്റ്റൂപ്പാണ് കേട്ടോ. നോക്ക്, ഇവിടുന്ന് ഒരു സ്റ്റൂപ്പ് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. സ്റ്റൂപ്പ് എത്തി. നോക്ക്, എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടൊരു സ്റ്റൂപ്പ് കാണുന്നേ. ഇത് നോക്ക്. ഇത് കണ്ടതിൻ്റെ ആവശ്യത്തിൽ ഓടിയതാട്ടോ. മൊത്തം ബുദ്ധിസ്റ്റ് കൾച്ചർ. മീറ്റ് ഓ ഗൈസ്, പണ്ട് സ്റ്റൂപ്പേഡ് അവിടെ കേട്ടോ ഇരുന്നേ. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് പോകും. എന്ത് സമാധാനം എന്നല്ല അവിടെ ഇരിക്കാൻ. ഇവർ സബ്മിറ്റ് കഴിഞ്ഞിട്ട് വരുന്നതാണോ അറിയത്തില്ല. Hello. Where are you from? We're from Indonesia. Indonesia. You complete your trekking? Yes. ABC. Yes. Okay, how was? It's good. It was good, but less snow. There's not so much snow. So much snow. No. It's No, not so okay. much snow. Okay. Good luck, you guys. Okay. പുള്ളിക്കാരി ഇന്തോനേഷ്യ. മേളിൽ സ്നോ ഇല്ലെന്നാ കേട്ടോ പറഞ്ഞേ. നമ്മൾ പോകുമ്പോൾ മൂന്ന് ദിവസം കൂടെ എടുക്കുമായിരിക്കും. സ്നോ ഇല്ലെങ്കിൽ MPC തന്നെ പയ്യെ അവിടെ നിൽക്കും. നോക്കട്ടെ എത്ര ദിവസം നിൽക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അയ്യോ, ഇവർ രണ്ടുപേരും ഇന്തോനേഷ്യ എന്നാട്ടോ. പക്ഷെ ഇവർ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തത് ജിനൂട്ടാടെ എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ സ്ഥലമാണ്. അവിടെ നിന്ന് ട്രക്ക് ചെയ്തേ. പക്ഷേ നമ്മൾ ഗാന്തറൂക്കിൽ നിന്നാണ്, കുറച്ചുകൂടെ ലോങ് റൂട്ടാണ്. പുള്ളി അതാ പറഞ്ഞത്, ഗാന്തറൂക്കിൽ നിന്നെന്ന് പറഞ്ഞപ്പം വലിയ ലോങ് റൂട്ടാണെന്ന്. കൂടുതലും പേരും ജിന്നൂട്ടാടെ എന്നാണ് പോകുന്നത് കേട്ടോ. ഇവിടെ വെച്ച് നമ്മൾ കണ്ടിപ്പം കുറേ പേരെ. നമ്മൾ മാത്രം ഗാന്തറൂക്കിൽ നിന്ന് വേറെ ആൾക്കാരുണ്ടായിരുന്നു. ഗാന്തറൂക്കിൽ നിന്ന് ഇവിടം വരെ ഇന്ന് 4ാമത്തെ ദിവസം നടപ്പ് തുടങ്ങിയിട്ട്. നല്ല 3ാമത്തെ ദിവസമായെന്ന് തോന്നുന്നു. 4ാമത്തെ ദിവസം. How are you? क्या नाम है आपका? Saugat Guru. सौगात आपका घर किधर? आपका घर किधर? ये आपका घर है? बहुत सुंदर है. ചെറുക്കൻ ദേ പുല്ലൊക്കെ പറിക്കോട്ടെ സ്റ്റെപ്പിലുള്ള. നോക്ക്, അവൻ്റെ വീടാട്ടോ അത്. എന്നാ രസം വീടൊക്കെ കാണാം, മൊത്തം തടിയും കൊണ്ടൊക്കെ.
അമ്മച്ചി ഇവിടെ ഇരുന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ടേ. നോക്ക്. ചൊമ്രോങ് വില്ലേജ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം എന്തേ ജസ്റ്റ് ചുമ്മാ ഒരു കട കയറിയതാ. ബോയിൽഡ് എഗിൻ്റെ റേറ്റ് കാണണം നമുക്ക്. 350 രൂപ, അതായത് ഇന്ത്യൻ മണി 219. ഒരു പുഴുങ്ങിയ മുട്ടയുടെ റേറ്റ് ആട്ടോ ഇത്. ഫ്രൈഡ് എഗ്ഗ് 320, പ്ലെയിൻ ഓംലേറ്റ് 320. ഇനി ഇപ്പുറത്തതുണ്ട്. ബ്ലാക്ക് ടീ 100, ചൊമ്രോങ് ഓർഗാനിക് ബ്ലാക്ക് ടീ. പിന്നെ മദ്യമൊക്കെ കിട്ടണ്ടേ ഇവിടെ. റം 900. ലുക്ക് അവിടെ എല്ലാത്തിനും നല്ല റേറ്റാണ്. ഇനി മേളിലേക്ക് കയറുമ്പോൾ ഇതിലും റേറ്റ് ആയിരിക്കും. നമ്മളൊരു ചായ മാത്രം പറഞ്ഞു അവിടുന്ന്. പുള്ളിക്ക് ചായ വേണ്ടെന്ന് പറഞ്ഞു. ഞാനൊരു ചായ കുടിച്ചു. ഇനി സിനിമ വില്ലേജ് എത്തണം. ഇപ്പം അങ്ങോട്ട് പോയവർ പറഞ്ഞ് ഇന്നത്തേക്ക് സിനിമ വില്ലേജ് അപ്പർ സിനിമ എത്താനായിട്ട് പോസിബിൾ ആണെന്ന് പറഞ്ഞ് 2 മണിക്കൂർ മതിയെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഈ പയ്യെ നിന്ന് ഇരുന്നൊക്കെ പോകുന്നതുകൊണ്ട് എപ്പോൾ എത്താൻ പറ്റുമെന്ന് അറിയത്തില്ല. നോക്ക്, ഈ പുള്ളിക്കാരി 55 കേട്ടോ. Hello, how are you? Hey, how old are you? What's your name? My name's Sue. Australia, from Australia? Australia. How old My are you? sister. Okay. 62. 62 Do I വയസ്സുണ്ട് win the കേട്ടോ. age prize? 55, 62. 62. ഓക്കെ. 62. ആ, Indian ladies can't do it. Indian ladies can't do it. This thing. I'm good to hear. Yes. Yes. Have a good day. Aussie grandma power. 65 വയസ്സും 62 വയസ്സും 55 വയസ്സും ഒരാൾക്ക്. പുള്ളിക്കാരി ഈ പ്രായത്തിലും ട്രക്കിങ് ചെയ്തിട്ട് തിരിച്ചു വരുന്നത്. എൻ്റെ ദൈവമേ. അമ്മയോടൊന്ന് പറയണം ഈ ഒന്ന് ട്രക്കിങ് ചെയ്തിട്ട് ABC ബേസ് ക്യാമ്പിൽ പോയിട്ട് വരാനായിട്ട്. ഇനിയിപ്പോൾ ഇവിടെ ബോർഡുണ്ട് കേട്ടോ, ABC എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആരോടും ചോദിക്കേണ്ട വരത്തില്ലായിരിക്കും. ഇതേപോലെ ഇപ്പോൾ വന്ന വഴി മൊത്തം ബോർഡുണ്ടായിരുന്നു, ABC എന്ന് പറഞ്ഞു. സ്റ്റിക്ക് അവിടെ വെച്ച് മറന്നുപോയി കേട്ടോ. ഇവിടെ വന്നിട്ടാണ് പറയുന്നത്. അപ്പം ഈ വീടിൻ്റെ ഇവിടെ കുറച്ച് സ്റ്റിക്ക് കിടപ്പുണ്ട്, അതെടുക്കാമെന്ന് ഓർത്തു. പക്ഷേ ഇപ്പം എടുത്ത് കഴിഞ്ഞ് ഈ മരിയോടെ എല്ലാം കെട്ടിയിടും, പിന്നെ ഇവിടെ പെട്ടു പോകുന്നു. അയ്യോ, ബാഗ് ഇതേ പോരുന്നു. ഓക്കെ, അപ്പം സ്റ്റിക്കില്ലാതെ നടപ്പ് പാടാ. ഈ ഇത്രയും ബാഗിൻ്റെ വെയിറ്റും എൻ്റെ ഈ ഷൂവിലാട്ടോ. ജസ്റ്റ് ഈ ഇറങ്ങുമ്പോൾ തന്നെ സ്കിഡാവും. അല്ലെങ്കിൽ മാക്സിമം ട്രക്ക് ചെയ്യുമ്പോൾ ട്രക്കിംഗ് ഷൂസായിട്ട് വരാൻ നോക്കുക. ഡൽഹിയിൽ നിന്നൊക്കെ കിട്ടും. പിന്നെ അതുമല്ല, ഇത്രയും വെയിറ്റ് താങ്ങുന്ന എൻ്റെ ഈ 2 കാലയിലാണ്. അപ്പോൾ ഈ കാഫിനൊക്കെ 2-നും നല്ല പെയിനുണ്ട്. അത് ഇന്നലെ മസാജ് ചെയ്യാൻ മറന്നുപോയി. ഡെക്കാത്ലോണി മറ്റേ മസാജർ കിട്ടും, അത് മേടിച്ചിട്ട് ആദ്യം മൂവില്ലേ സ്പ്രേ, കുറച്ച് മൂവ് അടിക്കുക, എന്നിട്ട് മസാജ് ചെയ്യുക. ഓക്കെ, രാവിലെ ആകുമ്പോൾ കുറച്ച് പോലും പെയിൻ കാണത്തില്ല. ഇന്നലെ ചെയ്യാൻ മറന്നുപോയി, അതാണ് പറ്റിയത്. കേട്ടില്ല, മാഗി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഏകദേശം ഇന്നും മുട്ട മാത്രമല്ലേ കഴിച്ചുള്ളൂ. ഫുഡ് കഴിക്കാതെ ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ വയറിനൊക്കെ പ്രശ്നമാവും. അതുമല്ല ഗ്യാസൊക്കെ കയറിക്കഴിഞ്ഞാൽ പിന്നെ നടപ്പ് ശരിയാകത്തില്ല. ഇത് നല്ലോണം തോന്നുന്നത്. അവിടെ ചോദിച്ചിട്ട് വെള്ളം എടുത്തിട്ട് മാഗി ഉണ്ടാക്കാം. ആദ്യം ബാഗൊക്കെ വെക്കാനൊരു സ്ഥലം ഒന്ന് കണ്ടുപിടിക്കട്ടെ. ഓക്കെ, ഫുഡ് താഴെ ചെന്നിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ കേട്ടോ. എന്നാലും ആ വെള്ളം താഴേക്കല്ലേ ഒഴുകുന്നത്, താഴെ വെള്ളം കാണും. ഓക്കെ, ഏകദേശം ആ മലയുടെ താഴെ എത്തിയിട്ടുണ്ട്. അവിടെ പോയിട്ട് മാഗി ഉണ്ടാക്കാം. ഈ വരുന്ന വെള്ളം ഇടുന്ന കേട്ടോ. ബാഗിയെല്ലാം അവിടെ കൊണ്ട് വെച്ചിട്ട് തിരിച്ച് വന്നിട്ട് വെള്ളം എടുക്കുകയോ എന്തെങ്കിലും ചെയ്യാം. ഒരു വാട്ടർ ക്രോസ് ഉണ്ട് ഇവിടെ. അങ്ങോട്ടോട്ട് പോകണ്ട. ഈ സാധനം ഇവിടെ നിൽക്കുന്നതുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. ഷീറ്റ് പോയി.
ചെളിയാണല്ലോ ഇവിടെ. ഇതേപോലെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഇരിക്കുമ്പോൾ ഇതേപോലെ മസാജറും കൊണ്ട് മസാജ് ചെയ്യാട്ടോ. കാഫിനൊക്കെ നല്ല വേനുണ്ട്. ഇവിടെ വെള്ളമുണ്ട്, ഇവിടുന്ന് വെള്ളം എടുക്കാം. ഇവിടെ അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ. പുള്ളിയോട് ഞാൻ പറഞ്ഞു ഇവിടെ വെയില അപ്പുറത്തോട്ട് മാറ്റിക്കുക. നീ മച്ചാനെ പറഞ്ഞു മനസ്സിലാക്കാനുണ്ട്. ഈ ചെറിയൊരു പാൻ ആയതുകൊണ്ട് ഇതിനകത്തോട്ട് ഈ 2 മാഗി കൂടി ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ പൊടിക്കുക. Okay, brother. okay. 2 green chili. No. No. Some. Okay. Some more. Okay. Wait. For you. Okay, done. ഇന്നലെ ഉണ്ടല്ലോ വിശന്ന് ഉണ്ടാൻ കത്തിച്ചെന്നപ്പോൾ ഇങ്ങേരി കാണിച്ചു തന്നേ. ഇങ്ങേരി ഇന്നലെ രാത്രി ചോറുണ്ടാക്കി. ഞാൻ സാധനം എല്ലാം അരിഞ്ഞു കൊടുത്ത് ബാക്കിയുള്ള പാത്രമൊക്കെ ഞാൻ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തിറങ്ങിയതാ. പോയിട്ട് ഒന്ന് പൊള്ള മുളകും ഒരു 8-9 ഈ മുളക് അരിഞ്ഞ് അതിനകത്ത് ഇട്ട് കുറേ മുളക് പൊടിയും വാരിയിട്ട് എൻ്റെ പൊന്നോ സോയാബീൻ കറി ഉണ്ടാക്കിയതാ. ഞാൻ പകുതി കഴിച്ചുള്ളൂ. ഞാൻ കൊണ്ട് കളഞ്ഞ് എൻ്റെ തൊണ്ട മൊത്തം എരിഞ്ഞിട്ട് ആകെ ഉള്ളിയും കഴിച്ചില്ല. എന്നിട്ട് ഓക്കെ എന്നിട്ട് അയ്യോ ഒരു വിധത്തിൽ എന്തിനാ കിടന്നുറങ്ങിയത്. വയറെല്ലാം കൂടെ പുകഞ്ഞിട്ട് പുള്ളി ചെഫാന്നാ എൻ്റെ അടുത്ത് പറഞ്ഞേ. എന്നിട്ട് ഇന്നലെ എന്നാ പറഞ്ഞേ ഇന്നലെ എൻ്റെ അടുത്ത് പറയുവാ എന്നാ മുളക് പൊടി ഈ സാധനം ഇടുന്നതിൻ്റെ അളവ് അറിയത്തില്ലെന്ന് എന്നോട് പറഞ്ഞതാ. ബാഗിൽ വെച്ചതാ. ആ മുട്ടയും പൊട്ടി. എൻ്റെ ബാഗിൽ ഇരിക്കുമ്പോൾ കുഴപ്പമില്ല. അച്ഛൻ്റെ ബാഗിൽ ഇരുന്ന് ആ മുട്ട പൊട്ടി. അപ്പോൾ പിന്നെ അത് എടുത്തിട്ട് മാഗിക്കകത്തോട്ട് ഇടാന്ന് വെച്ച്. തണുപ്പൊന്നുമില്ല, വെയിലുണ്ട്. പക്ഷേ ഇപ്പോൾ പോയിട്ട് വന്നവർ പറഞ്ഞു മേളിൽ -18 നൈറ്റൊക്കെ ആകുമ്പോൾ -25 വരെ വരുന്നുണ്ട്. എങ്ങനെ സർവൈവ് ചെയ്യുമോ എനിക്കറിയത്തില്ല. ടെൻ്റ് അടി പോസിബിൾ ആകത്തില്ല, ഉറപ്പാണ്. -18 ഇന്നലെ തന്നെ. ബാക്കിയൊന്നും കുഴപ്പമില്ല, കാലെല്ലാം കൂടെ ഐസായി ആകെ ഫ്രീസായിട്ടിരിക്കും. അതൊട്ടും സഹിക്കാൻ പറ്റത്തില്ല. ഇന്നും നാളെയും കൂടെ എങ്ങനെയായാലും മാക്സിമം ടെൻറ്റിൽ നമ്മൾ മാക്സിമം ബഡ്ജറ്റ് വെച്ചാണ് നോക്കുന്നത്. ബഡ്ജറ്റിനകത്ത് ഒതുക്കണം. അതുകൊണ്ട് ഇന്നും നാളെ എങ്ങനെയെങ്കിലും ടെൻ്റ് അടിച്ചാൽ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണേ സ്റ്റേ എടുക്കേണ്ടത് കുഴപ്പമില്ല. ഒരു ദിവസം ഒരു നൈറ്റ് മാത്രം നിൽക്കുന്നതിന് 1800-2000 ഒക്കെ ചോദിക്കുന്നത്. പോയിട്ട് വന്നവർ പറഞ്ഞതാണ്, സബ്മിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നവർ പറഞ്ഞതാ. ഏകദേശം ഇവിടെ നിന്ന് നല്ല രീതിക്ക് അന്നപൂർണ്ണ കാണാൻ പറ്റുന്നുണ്ടോ? ഈ മലയുടെ പുറയില്ല മാച്ചത് ചെടി. അത് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിന് മറഞ്ഞു പോയി. മാഗി ഉണ്ടാക്കി കഴിഞ്ഞോട്ടോ, കഴിച്ചുകൊണ്ടിരിക്കുക. ഇത് കഴിച്ചിട്ട് വേണം സിൻവ പിടിക്കണം. രാത്രി ആകുന്നതിന് മുമ്പേ സിൻവ വില്ലേജ് കയറണം, അല്ലെങ്കിൽ രാത്രി ഇവിടെ എല്ലാം ലോക്കായി പോകും. ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി. മാഗിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് സാധനം എല്ലാം എടുത്ത് അകത്താക്കി. പാത്രമൊക്കെ നമ്മൾ അവിടെ പോയി കഴിക്കും, ആ വെള്ളത്തിൽ. ഇനി തിരിച്ച് കയറി ആ സ്റ്റെപ്പ് വഴി നേരെ സിൻവ. ചെറിയൊരു പണി കിട്ടി. ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ആ ചെറിയൊരു വാട്ടർ ക്രോസിലായിരുന്നു. ഞാൻ ഒരു കല്ല ചവിട്ടിയാൽ തെന്നിപ്പോയി. കാലിൻ്റെ മേള് വരെ മൊത്തം വെള്ളം അകത്ത് കയറി. ഷൂ ഇത് പുറകിൽ കൊളുത്തിയിട്ടിട്ടുണ്ട്. സോക്സും എടുത്ത് പുറകിൽ കൊളുത്തിയിട്ട് 2 സോക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു തണുപ്പ് കാരണേ. ഇപ്പോൾ സോക്സ് ഇടാതെ ചെരിപ്പിട്ടാണ് നടക്കുന്നേ. നല്ല തണുപ്പുണ്ട് ഇപ്പം. ഷൂ ഇല്ലാതെ നടന്നിട്ട് നല്ല രീതിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ആ ഒരു കാലിന് കിട്ടുന്ന ഒരു സ്ട്രെയിന്. കാലിൻ്റെ അടിയിൽ നല്ല ഒരു വേദനയുണ്ട്. ഇത് അവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. അത് കയറി അപ്പുറത്തിറങ്ങി പിന്നെ ഫുള്ള് മേലോട്ട് കുത്തനെ കയറ്റങ്ങളാണ്. അതുവഴി വേണം കയറിപ്പോവാൻ. ഇനി ഹാങ്ങിങ് ബ്രിഡ്ജ് വഴി കേട്ടോ നടക്കുന്നത്. സസ്പെൻഷൻ ബ്രിഡ്ജ്. താഴെ മേളിൽ നിന്ന് മഞ്ഞുരുകി വരുന്ന വെള്ളം ഇതല്ല.
പാലം ഇറങ്ങിക്കഴിഞ്ഞ് ഇനിയുള്ളത് ഈ കയറ്റമാണ് പാട്. പെട്ടെന്ന് കയറി തീർക്കാമെന്ന് വിചാരിക്കണ്ട. ഇത്രയും ബാഗി കേട്ടുവരുന്നുണ്ട്, എല്ലാവരും നോക്കുന്നുണ്ട്. കുറേ പേര് ചോദിച്ച് വൈ യു ക്യാരിയിങ് ദിസ് മച്ച് വെയിറ്റ് ചോദിച്ച്. നമ്മൾ പറയും നമ്മുടെ കയ്യിൽ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളും ക്യാമ്പിങ് അരി സാധനങ്ങളെല്ലാം ഉണ്ടെന്ന് പറയും. അപ്പോൾ ഒരു അയ്യോ ഇപ്പം മറിഞ്ഞു പോയതിന്. അപ്പോൾ അവർ പറയും ഓ എക്സലൻറ്റ്, ഗുഡ് ലക്ക് ബ്രോ എന്നൊക്കെ പറയും. ഇവിടെ ഇവിടെ കയറുമ്പോൾ ഓക്സിജൻ കുറവാ. ഈ കുത്തനുള്ള കയറ്റം വലിയ പാടാണ്. താഴോട്ടിറങ്ങാൻ ഒരു കുഴപ്പമില്ല. ഇതുപോലെ ഇരിക്കേണ്ട വരത്തില്ല താഴോട്ട് ഇറങ്ങുമ്പോൾ. മതി നിർത്തിയിട്ട് പോയാലോ എന്നൊക്കെ ഓർക്കും. പക്ഷേ ആണല്ലോ കഴിഞ്ഞ 3-4 ദിവസം നടന്നതിൻ്റെ പകുതിയില്ല ഇത്. ഒന്നാമത് ഓക്സിജൻ ലെവൽ കുറവാ. കൂടെയുള്ള പുള്ളി വേണേ ഇത്ര വെയിറ്റും ഉണ്ട്. അയ്യോ എനിക്ക് മനസ്സിലായി എൻ്റെ സ്ട്രെങ്ത് എന്തോരം ഉണ്ടെന്ന് ഈ കഴിഞ്ഞ 4 ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി. അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് സ്പീഡിൽ നടക്കുമ്പോഴാണ് കുഴപ്പം. ഒന്നാമത് ഇപ്പം എനിക്ക് തോന്നുന്നത് സിൻവയിൽ സ്റ്റേ അടിച്ചാലോ എന്നാണ്. അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് ഉണ്ടെന്നുകൊണ്ട് മനസ്സിലായി. ഓക്സിജൻ ലെവൽ കുറഞ്ഞേ അറിഞ്ഞുകൊണ്ട് പിന്നെയും മേലോട്ട് കയറുന്ന ടാസ്ക്കാണ്. ഇന്നിവിടെ നിന്നിട്ട് പയ്യെ കയറാനായിട്ട്. അതുമില്ല എൻ്റെ ഷൂ ഇല്ല, ഷൂ എല്ലാം നനഞ്ഞിരിക്കുക. അതുകൊണ്ട് ബാഗിൻ്റെ പുറകിലെല്ലാം ഉണക്കാനിട്ടേക്കുക, സോക്സും കാര്യങ്ങളൊക്കെ. അതെല്ലാം കഴിഞ്ഞിട്ട് പയ്യെ പോകാമെന്നാ. ഏകദേശം സിൻവെത്തി. ഇവിടെ മാമ भैया अपर सिनवा कितना दूर? 1-1.5 घंटा. हाँ 1-1.5 घंटा. 1 घंटा 1 घंटा और 1.5 घंटा. पता नहीं. അയ്യോ ഏതൊരു കടയുടെ ഫ്രണ്ട് എത്തി കേട്ടോ. इतना ज्यादा सामान क्यों लेके आया? हाँ पूरा फूड मेकिंग सेटअप, गैस स्टोव, वेजिटेबल्स 4 kg. अभी तो सब बंदोबस्त है ना इधर क्या? नहीं बजट फ्रेंडली ट्रैवल है. पैसा पैसा थोड़ा पैसे है. हमारे पास पैसा नहीं है. स्लो बजट में ट्रैवल करता है हम. നമ്മുടെ ഒരു ബഡ്ജറ്റിലുണ്ട്, അതിൽ ചവിട്ടി നിർത്തണം. मेरे पास पैसा അവിടെയാണ് സക്സസ്. अच्छा कोई भी नहीं बोलता. सब जितना आदमी आया हमारे पास पैसा नहीं है. वो केरल का आदमी जितना आया हमारे पास पैसा नहीं है. सब ऐसे बोलता है. കേരളത്തിൽ നിന്ന് വന്നവരെ ഇങ്ങനെ കാണിക്കത്തുള്ളൂ. लाने के लिए भी पैसा खर्च करने नहीं सकता है. 6-7 ദിവസം സ്റ്റേയും, ഒരു ദിവസം സ്റ്റേക്ക് ഇവിടെ വരുന്ന 1800 രൂപ നേപ്പാളി. അപ്പം നോക്കി 6-7 ദിവസം. आचार जैसे है. അതുമില്ല തിരിച്ചു ഇറങ്ങണം, അപ്പോഴും കൊടുക്കണം സ്റ്റേക്ക്. അതിന് ഇതിനെല്ലാം പൈസ എന്തോരം പൈസയാവും. ഇവിടെ ചില്ലെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുന്ന കേട്ടോ. What happened here? बदमाश लोगों ने कर दिया. हाँ what? Some people fight. Fight? Yes. ഇവിടെ വള്ളി ഉണ്ടായി കേട്ടോ. എൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഗ്ലാസ്സൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ട് പോയേക്കുന്നത്. ഉയ്യോ ഇവനെയൊക്കെ ഈ പുള്ളീന് ഈ ഗ്ലാസ്സും ഈ സാധനം എല്ലാം മേടിക്കണമെങ്കിൽ എവിടെ ചെല്ലണമെന്നറിയോ? നമ്മളീ നടന്ന വഴിയെല്ലാം
നിങ്ങൾക്ക് വണ്ടി കിട്ടുമെന്ന് അറിയത്തില്ല. जब तोड़ फोड़ के चला गया लोकल आदमी इधर से. हाँ इधर की लोकल आदमी से. हाँ ഇവിടെയുള്ള कंप्लेंट किया पुलिस में. ഇവിടെയുള്ള ലോക്കൽസ് കാണിച്ച കേട്ടോ. पोखरा में किया हुआ है. ഓ गैस भी वो 7 गैस इधर थे सब जंगल में उड़ा दे. जंगल में दे दिया. हाँ तो एक എന്തൊക്കെയോ എടുത്ത് താഴേക്ക് എറിഞ്ഞെന്ന്. इधर कुछ सामान भी जंगल में फेंक दिया. ദേ ചെടിച്ചട്ടിയൊക്കെ എടുത്തെറിഞ്ഞ് താഴേക്ക്. നോക്ക് ये गमले वगैरह इधर फेंक दिए. എന്ത് പണിയൊക്കെയാണോ കാണിക്കുന്നത്. ഈ ഒരു ഗ്ലാസ് പുള്ളി ഇവിടെ എത്തിക്കാൻ പറ്റുന്ന പാടേ കുതിരപ്പുറത്തും അങ്ങനെ ഇങ്ങനെ മറ്റേ പോട്ടർ വെച്ചും ചുമന്നുകൊണ്ടുമാണ് ഇവിടെ എല്ലാ സാധനവും കൊണ്ടുവരാനായിട്ട്. പുള്ളി പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞേ. ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ക്യാമറ ഉണ്ടായിരുന്നു. बाटो में जब आदमी चलेगा तो तू आदमी चलेगा तो वो बदमाशी मार देगा क्या करेगा ऐसा करेगा तो खतरा हो गया. ആ पर अकेले रहते हैं बदमाश लोग आए इनका तोड़ फोड़ के करके चले गए. ഇവിടുത്തെ ലോക്കൽസ് തന്നെയാണെന്നാ പറഞ്ഞേ. रात की बगल തേ കുറേ നേരത്തെ നടത്തതിന് ശേഷം സിൻവ വില്ലേജിൻ്റെ താഴെ എത്തി. ഇനിയിപ്പം അങ്ങോട്ട് കയറി. ഇത് 2 ഉണ്ട് കേട്ടോ. ഇത് ലോവർ സിൻവ, മേളിൽ അപ്പർ സിൻവ ഉണ്ട്. നമുക്ക് അവിടെ കയറുവാണെങ്കിൽ മാച്ചുപ്പുച്ചേരിയൊക്കെ കാണാൻ പറ്റുമായിരിക്കും. രാവിലെ ഒരു കിടിലൻ സൺറൈസോടെ ഫ്രഷായിട്ട് എഴുന്നേക്കാൻ പറ്റും. ഇവിടെ ഇനി എങ്ങനെ തണുപ്പൊന്നും അറിയത്തില്ല. ഇപ്പം എങ്ങനെയും സിൻവ അപ്പർ സിൻവ എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സമയം ഇപ്പം 3 മണിയായി. 4, 5, 6, 5:30 എത്തിയാൽ മതി. ഇവിടെ നിന്ന് അങ്ങോട്ട് 1.5 മണിക്കൂറാണ് ഇവർ പറയുന്നത്. അത് ഇവർക്ക് നടക്കാൻ 1.5 മണിക്കൂർ മതിയായിരിക്കും. പക്ഷെ നമ്മളങ്ങനെയല്ല. നമ്മളൊരു ബിഗിനറാണ്. ഇതുവരെ ട്രക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഇതെൻ്റെ ലൈഫിലെ ഫസ്റ്റ് ട്രക്കിങ്ങാണ്. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടൊന്നും ഇരിക്കുന്നുള്ളൂ. ഇപ്പം തന്നെ ട്രക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും മേലോട്ട് നോക്കരുത്. തല താഴോട്ട് വെച്ച് സ്റ്റെപ്പ് കയറുക, കൗണ്ട് ചെയ്തുകൊണ്ട് കയറുക. അപ്പോൾ ആ മടുപ്പറിയത്തില്ല. നമ്മൾ പകുതി വരെ കയറിയിട്ട് മേലോട്ട് നോക്കുമ്പോഴാണ് ഒരു ഫിയർ, അയ്യോ ഇത്രയും കൂടെ ഉണ്ടല്ലോ, ആ കയറ്റത്തിൻ്റെ അവിടം വരെ ഞാൻ എങ്ങനെ ശ്വാസം എടുക്കും എന്നുള്ളൊരു ടെൻഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ കയറാൻ പറ്റത്തില്ല. അവിടെ വെച്ച് പിന്നെ ഇരുന്നോണം എന്നല്ല, ഇരുന്ന് പോവും. ഇപ്പോൾ ആ സ്റ്റെപ്പ് വരുന്നുണ്ട്, അത് മേളിൽ കയറി. അതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ സിൻവ എത്തി. നിങ്ങൾ കയറിയാടാ? സബ്മിറ്റ് ഇട്ടോ? ഏടാ മോനെ. ജിനൂട്ടാടെ പോവാണോ? അറിയില്ലടാ. 7 മണിന്നാ പറഞ്ഞേ. ആ ഇന്ന് ടാസ്ക് ആയിരിക്കും എത്തുന്നേ. ഓ ഇങ്ങോട്ടോ? നമ്മള് ആ കിംറോങ് വഴി വേറെ വഴിയുണ്ടോ? ആ ഞങ്ങളത് വഴിയാണ് നടന്നു വന്നിട്ട്. അപ്പോൾ ഒരു പുള്ളി പറഞ്ഞത് ഇത് ഷോർട്ടാന്ന് പറഞ്ഞാൽ നമ്മളെ വിളിച്ചോണ്ട് നേരെ മേലോട്ട് പോയി. ആണോ? ഇതേപോലെ തന്നെ സ്റ്റെപ്പായിരുന്നു. ഇവിടുന്ന് എല്ലാരും വീഡിയോ എടുത്തിട്ട് താഴോട്ടേക്ക് ഇറങ്ങി വണ്ടി ഇട്ട് കൊടുത്ത് ജിനുവിലെത്തിട്ട് ജിനുന്നാ കയറല്. നമ്മളെ ഏകദേശം അവിടെ എത്തിക്കഴിഞ്ഞ 1 മണിക്കൂർ. നമ്മള് ഇന്നിപ്പം ചോമ്രോങ്, അതിന് മുമ്പ് അധികം നൈറ്റ് ആകുന്നതിന് ഇന്നലെ സ്റ്റേ അടിച്ച്. തമ്മയ്ക്കത്തില്ലേ? സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്. അവിടെ തണുപ്പ് നമ്മൾ ഗ്യാസ് ഓണാക്കി കുറച്ച് ചൂടാക്കി വെക്കും. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ ഒരു ടെൻറ്റിൽ കിടക്കും. ബോഡി ഹീറ്റ് നിന്നുള്ളൂല്ലോ. പിന്നെ ഒരു 5:30-6 മണിയാകുമ്പോഴേ പ്രശ്നമുള്ളൂ. കാല് രണ്ടും കൂടി മരയ്ക്കും. വേറൊരു പ്രശ്നമില്ല. കാല് രണ്ടും മരച്ചു കഴിഞ്ഞാൽ സീനാ. നമ്മൾ രണ്ടടിക്കാനാ. എടേ ഇപ്പം ഇന്നലെ 2 കണ്ണൂരുള്ളമാർ വന്ന് അതിലൊരുത്തന്നെ സിക്നസ് അടിച്ചിട്ട് തിരിച്ചു പോയി. അവന് ഛർദിലോ തലകൾക്ക് ബോഡി പെയിനോ എന്തൊക്കെയോ തോന്നിയിട്ട് അവൻ തിരിച്ചു പോയി. ആ ഇനിയിപ്പോൾ അപ്പർ സിനിമ എത്ര ഉണ്ട്? കുറേ ഉണ്ടാ?
ഇവിടെ കുറച്ചുണ്ട്. കേറുമ്പോ കുറേ പണി, ഇറങ്ങുമ്പോ വലിയ പണിയില്ല. ആണോ? സിംഹ വില്ലേജ് എത്തിയിട്ടുണ്ട്. ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓരോരോ വില്ലേജിലും പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ട്. ഇതുണ്ടോ ഒരു മറ്റേ തേനീച്ചയുടെ കൂട്. സിൻവ. ഇവിടുന്ന് ബാമ്പുലേക്ക് ഫുൾ ഇറക്കമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വെച്ചിളക്കിയത് ബാമ്പു പോവാ. അത് ചോദിക്കട്ടെ എങ്ങനെയാന്ന്. ഇവിടെ ആരും കാണുന്നില്ല. എങ്ങനെയാലും അപ്പർ സിൻവ പിടിക്കണം. ഇവിടുന്ന് ബാമ്പുനി വെച്ചപ്പോൾ 2 മണിക്കൂറാണ് പറഞ്ഞേ. നമുക്കങ്ങനെ പോകാൻ പറ്റത്തില്ല. അധികം തണുപ്പാകുന്നതിന് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണ്ട. അതുകൊണ്ട് അപ്പർ സിൻവ പോയിട്ട് അവിടെ സെറ്റ് ചെയ്യാൻ പോവാ. എനിക്ക് തോന്നുന്നു ഇവന്മാർ ടെൻ്റ് അടിക്കാൻ സമ്മതിക്കത്തില്ലെന്നാണ് പറയുന്നത്. ആവുന്നതിന് സിൻവ എത്തുന്നതിന് അരമണിക്കൂർ മുമ്പെയൊക്കെ നോക്കുകയാണെങ്കിൽ നടക്കുമായിരിക്കും. ഈ ഒരു മടിത്തിരിക്കുന്നുണ്ടെങ്കിലും ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയോടെ ഇരിക്കുന്നത്. ഇന്ന് അപ്പർ സിൻവ എത്താൻ പറ്റുവാണെങ്കിൽ ആ മൗണ്ടൻ മാച്ചുപുച്ചേരി മൗണ്ടൻ്റെ ഓപ്പോസിറ്റ് ടെൻ്റ് അടിക്കാൻ പറ്റുമെന്നും ഒക്കെയുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷേ അവിടെ ഉള്ള ആൾക്കാർ സമ്മതിക്കുമെന്ന് അറിയത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മൊത്തവും ഹോം സ്റ്റേയും കാര്യങ്ങളാണ്. നമ്മളവിടെ പോയി ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഇത് പോവും. അതുകൊണ്ട് സമ്മതിക്കുമെന്ന് അറിയത്തില്ല. ഞാനിത് എവിടെ നിന്ന് കണ്ടതാ? എനിക്ക് ഇത്ര അടുത്ത് വരാൻ പറ്റി. എനിക്ക് ഇനിയും പോകാൻ പറ്റുമോ അങ്ങോട്ട് അതിൻ്റെ അടുത്തോട്ട്? കുതിരയ്ക്ക് ഫുഡ് കൊടുക്കുന്ന ഇങ്ങനെ കേട്ടോ. ഇതിനകത്ത് കെട്ടിയിട്ട് തലയിൽ കൂടെ കെട്ടിയിട്ടേക്കും കേട്ടോ. അതാകുമ്പോൾ അത് കടിച്ചടിച്ച് തിന്നോളൂ. അതാ നോക്ക്, ഇവിടെയുണ്ട്. വെപ്പും കൂടിയും വെച്ചോണ്ട് ഇറങ്ങിയേക്കുവാ. ബ്രോ like Mongoli. Take that. Okay. Doubt clear? Clear. Bye. അവൻ്റെ മുടിയേ ഞാൻ ഇവിടെ നിന്നും പുറത്ത് ശരിക്കും ആണോ? ഇവിടെ ഷൂ ഒക്കെ റെൻറ്റിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. മേടിക്കാം. അല്ലാതെ ട്രക്കിംഗ് ഷൂ ഒക്കെ റെൻറ്റിനുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവരൊക്കെ സബ്മിറ്റ് കഴിഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ. No English. Hello. Hi. ഗൈഡ് വെച്ച് ട്രാവൽ ചെയ്യുന്ന കേട്ടോ. ഫ്രണ്ടേ പോകുന്ന ഗൈഡാ. ഗൈഡിന് $1000 കൊടുക്കുന്നത് ഇവർ. സാധനങ്ങളൊക്കെ പൊക്കിക്കൊണ്ടു പോകുന്നത്. തലയൊക്കെ വിയർത്ത് കുളിച്ചിട്ടിരിക്കുക കേട്ടോ. ഒരു പുള്ളിക്കാരി സോളോ ആണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് പുള്ളിക്കാരി ഒറ്റയ്ക്കേ ഉള്ളൂ. സോളോ. Yeah. 3-5. Yes. Only for you? Yeah. Why? Full cooking setup. Cooking setup? 4 kg rice, full vegetables. Oh, you don't sleep at the lodge? No. We didn't take. Camping? Yeah. Oh wow, wonderful. Wow. ആ പുള്ളിക്കാരി പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞു ഈ ബാഗ് പൊക്കി നോക്കാൻ പറഞ്ഞേ. പൊക്കിയിട്ട് ഓ നോന്ന്. അയ്യോ, ഇത്രയും പൊക്കിക്കൊണ്ട് മേളിൽ കയറുന്ന നല്ല റിസ്ക്കാ. ഒന്നാമത് ഈ ബാഗ് ഫ്രണ്ടിൽ കിടക്കുന്നതുകൊണ്ട് മര്യാദയ്ക്ക് ഒരു ശ്വാസം എടുക്കാൻ പറ്റത്തില്ല.
പക്ഷെ ഞാൻ കയറും. സിൻവ എത്താറായിട്ടുണ്ട്. ഇല്ലോ 10 മിനിറ്റ് കൂടെ എന്തോ ഉള്ളു. ശരി, ഇത് ഇവിടുത്തെ ഒരു ഹെലിപ്പാഡുണ്ട് ഇവിടെ. ഓക്കെ, സൂര്യൻ അവിടുന്ന് കളർ നിറഞ്ഞ് ഇങ്ങോട്ട് അടിക്കുന്നത്. ഇതെല്ലാം ഓറഞ്ച് കളർ കേട്ടോ. അപ്പുറ സൈഡിൽ നിന്ന് മാച്ചുപ്പിച്ചേരി മൗണ്ടൻ്റെ അടുത്ത് എല്ലാം പറ്റും. കുറച്ചും കൂടെ അടുത്ത് എല്ലാം പറ്റും. ഇവിടുന്ന് കാണുന്നതാണ് സിൻവ വില്ലേജ്. വെറുതെ ഒന്നുമല്ല, ഇച്ചിരി കഷ്ടപ്പെടണം, എന്നാലേ ഇതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. സൂര്യൻ്റെ ഷെയ്ഡ് അടിക്കുന്നുണ്ടോ? അവിടെ എല്ലാം ഓറഞ്ച് കളർ. മലയുടെ പകുതിയും ഫോഗ് മൂടിയേക്കുക. 2360 മീറ്റർ ഉയരത്തിലാട്ടോ ഇരിക്കുന്നത്. സിൻവ വില്ലേജ് എത്തിയിട്ടുണ്ട്. നാളെ ഇവിടുന്ന് ബാംബു ദുവാൻ 1.5 മണിക്കൂർ കാണിക്കുന്നത്. ബാംബു ദുവാൻ നമുക്ക് സിൻവ എത്തിയിട്ടുണ്ട്. മറ്റേ താഴെ ഒരു കുറച്ച് പ്ലേസ് ഉണ്ട്, അവിടെ ടെൻ്റ് അടിച്ചോളാൻ പറഞ്ഞ് ദീദിയുടെ ഹോം സ്റ്റേ ചെയ്ത് ആ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തോളാനും പറഞ്ഞ്. പക്ഷെ അവിടെ വെട്ടമില്ലെന്ന് പറഞ്ഞ്. നമ്മൾ പറഞ്ഞു കുഴപ്പമില്ല, വെട്ടം വേണ്ട, നമുക്ക് ടെൻ്റ് അടിച്ചാൽ ഒരു മലയുടെ ഒരു അറ്റം കേട്ടോ, അത് നൈസായിരിക്കും, നോക്കാം. കാശിംബായി ഇവിടെ ഉണ്ട്. അപ്പുറത്ത് കുറച്ച് മലയാളീസ് ഇരിപ്പുണ്ട്. അമ്മമാർ സബ്മിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വരിക. താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ടാസ്ക് കേട്ടോ. എൻ്റെ ഷൂ ഇല്ലാത്തതുകൊണ്ട് ഷൂ ബാഗിൻ്റെ പുറകിൽ ഉണങ്ങാനായിട്ട് അവൾ തൂക്കിയിട്ടാ. ഈ ചെരുപ്പിട്ടുകൊണ്ട് തെന്നുവാ. അവിടെ ടെൻ്റ് അടിച്ചോളാന്ന് പറഞ്ഞേ. അവിടെ വെച്ച് തന്നെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങണം. ഇപ്പം തന്നെ തണുപ്പായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. തണുപ്പ് വരുന്നതിന് മുമ്പ് ഉള്ളിൽ കയറണം. രാത്രി ഇട്ടുകൊണ്ട് കിടക്കാൻ സോക്സ് പോലും ഇല്ല. സോക്സ് ഇന്നലെ 3 ഇട്ടിട്ട് പോലും കാല് ഫ്രീസായിരുന്നു രാവിലെ ആയപ്പോൾ. നൈറ്റൊന്നും കുഴപ്പമില്ല, ഒരു 4 മണി ആ ടൈമിലൊന്നും കുഴപ്പമില്ല. ഒരു 5, 6 ആ സമയം സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ്. ഇവിടെ ടെൻ്റടിക്കാം നമുക്ക്. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. നമുക്ക് MBC മാച്ചുപ്പിച്ചേരി അവിടെ ഇവിടെ നോക്കിയാൽ അന്നപൂർണ്ണയും കാണാൻ പറ്റും. നേരെ താഴെ ബാംബു വില്ലേജാണ്. നാളെ അങ്ങോട്ട് പോകണം. അവിടുന്ന് വേണം ഐ തിങ്ക് ബാംബുവിൽ കുറച്ച് ലഗേജ് വെച്ചിട്ട് പോകണം, അല്ലെങ്കിൽ ടാസ്ക് ആയിരിക്കും. നമ്മളിവിടെ ടെൻ്റ് അടിക്കാൻ പോകുന്നത്. ഇവിടെ ഉണ്ട് ടെൻ്റ് അടിച്ച് 2 ഒരെണ്ണത്തെ അവിടെ അടിച്ചിട്ടുണ്ട്, ഒരെണ്ണം നമ്മളിവിടെ അടിച്ചിട്ടുണ്ട്. ചോറ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. നേരെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മാച്ചുപ്പിച്ചേരി മൗണ്ടൻ കാണാം. വെള്ളം മേളിൽ പോയി എടുത്തോണ്ട് വന്നേട്ടാ. ഞാനിവിടെ അകത്ത് ബാഗൊക്കെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ സ്പേസ് കിട്ടത്തില്ല. കിടക്കുന്ന ആ ടെൻറ്റിനകത്താണ്. ബാഗെല്ലാം ഇവിടെ വെക്കും, ടെൻറ്റിനകത്താട്ടോ. ബാഗിൽ അവിടെ സെറ്റ് ചെയ്ത് ഇനി മാറ്റും. സ്ലീപ്പിംഗ് ബാഗും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോഴും എൻ്റെ കാല് 2 ഫ്രീസാണ്. 3-4 സോക്സ് ഇട്ടിട്ട് കിടക്കുന്നത്. എന്നിട്ടും അങ്ങനെ തന്നെയാണ്. ഇനി നോക്കണം. ഇതെൻ്റെ -20 ജാക്കറ്റാണ്. ഈ ജാക്കറ്റ് ഞാൻ എടുത്തിട്ട് സ്ലീപ്പിംഗ് ബാഗിനകത്തോട്ട് വെച്ചേക്കുക. ഇനി അതിൻ്റെ അകത്ത് ഞാൻ കാല് കയറ്റി വെച്ച് കൊടുക്കും. എങ്ങനെ ഫ്രീസാണെന്ന് നോക്കണമല്ലോ. 2 ദിവസം സെയിം അവസ്ഥയായിരുന്നു. നാളെ രാവിലെ നോക്കണം എങ്ങനെയാ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഒന്നും അറിയാതെ ഇവിടെ വന്ന് ടെൻ്റ് അടിച്ചേക്കുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോഴേ അറിയത്തുള്ളൂ എത്ര കൊണ്ട് ടെമ്പറേച്ചറിനോ എവിടം വരെ ടെമ്പറേച്ചർ പോകുന്നു ഒന്നും അറിയത്തില്ല. സർവൈവ് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷേ അതുകൊണ്ട് ഇതെൻ്റെ മറ്റേ സ്നോ പ്രൂഫ് അതിൻ്റെ അകത്ത് ഇതേപോലെ കോട്ടണം. അതിൻ്റെ അകത്തോട്ട് ഞാൻ കയറുക. അറിയാൻ മേല എങ്ങനെയായിരിക്കും രാത്രി. അതുകൊണ്ട്